അമ്പരപ്പിച്ച പ്രഖ്യാപനമായിരുന്നു അത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. പ്രതിപക്ഷ എംപിമാർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വോട്ട് ചെയ്തതോടെ നിയമം പിൻവലിച്ചു. വിഷയത്തിൽ ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതോടെ രാജ്യത്തെ പാർലമെന്റ് സ്തംഭിച്ചു. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണി ദക്ഷിണ കൊറിയയിൽ സംഘർഷമുണ്ടാക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രസിഡന്റ് യൂൻ സുക് യോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പട്ടാള നിയമം നടപ്പിലാക്കിയ നടപടിയിൽ ദക്ഷിണ കൊറിയൻ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ 190 അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി. അടിയന്തരാവസ്ഥ ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. ദക്ഷിണ കൊറിയൻ പാർലമെന്റിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയും പ്രസിഡന്റിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് 6 മണിക്കൂറിനുള്ളിൽ ഉത്തരവ് പിൻവലിച്ചു. എന്നാൽ പ്രതിപക്ഷം പിന്മാറാൻ തയ്യാറായിട്ടില്ല. പ്രസിഡന്റ് രാജിവെക്കുന്നത് വരെ പണിമുടക്കുമെന്ന് വിവിധ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രസിഡന്റിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. മണിക്കൂറുകൾ മാത്രം നീണ്ട അടിയന്തരാവസ്ഥ രാജ്യത്ത് വലിയ കലാപം സൃഷ്ടിച്ചു. പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സിയോളിലെ പാർലമെന്റിന് പുറത്ത് കനത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി. അടിയന്തര സൈനിക നിയമം പിൻവലിക്കണമെന്നും യൂൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ജനങ്ങൾ മുദ്രാവാക്യം മുഴക്കി. ആകെയുള്ള 300 എംപിമാരിൽ 190 പേരും അടിയന്തരാവസ്ഥയ്ക്കെതിരെ വോട്ട് ചെയ്തു. വോട്ടെടുപ്പിന് ശേഷം സ്പീക്കർ പട്ടാള നിയമം അസാധുവായി പ്രഖ്യാപിച്ചു. പാർലമെന്റ് വളപ്പിൽ പ്രവേശിച്ച സൈന്യത്തെ വൈകുന്നേരത്തോടെ പിൻവലിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിൻവലിച്ചതായി പ്രസിഡന്റ് യൂൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. ദക്ഷിണ കൊറിയയിലെ സ്ഥിതിഗതികൾ US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുർട്ട് കാംബെൽ ഖേദം പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. സൈനിക നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കൊറിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരുന്നു. ഓഹരി വിപണിയും തകർന്നു.